ഫ്രണ്ട്സെ ബുള്ളറ്റുമാനുമാണ്. ഞാൻ കാസർഗോഡേക്കുള്ള യാത്രയിൽ പാലക്കുന്ന് എന്നുള്ള സ്ഥലത്താണ്. നമ്മളെ സ്നേഹിതന്മാർ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചായ കുടിക്കാൻ കയറിയതാട്ടോ. അപ്പോഴാണ് ഇവിടെ ഒരു വൈറൽ ഗായകനുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ട് മനസ്സിലായില്ല. പിന്നീട് നമുക്ക് മനസ്സിലായത് ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ട് തുടങ്ങിയിരിക്കണേ. കുറച്ച് മുന്നേ പാടി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ളത്. അസ്സലാമു വലൈക്കും സലാം. അറിയോ? കണ്ട് പരിചയം നല്ല ഉണ്ട് നമ്മളെ വീഡിയോസിലൊക്കെ. ബുള്ളറ്റ് മാനു നമ്മളെ ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത്. നിങ്ങളിവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞു പാട്ടുകാരനാന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒന്നുകൊണ്ട് പാട്ടൊക്കെ പാടണം. നമ്മുടെ ചാനൽ അങ്ങനത്തെ ചാനലുകൾ. ആദ്യം ചായ കൂട്ടാല്ലേ? ചായ കുടി ഒരു ചായ എടുത്തു. ചായ കുടിച്ചോണ്ട് നമുക്ക് ചായ കുടിച്ചിട്ട് പാട്ട് പാടാം. ഇപ്പോ എന്റെ വൈറലായി കൊണ്ടിരിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് ഏറ്റവും പിരിശത്താല. അതിപ്പോ ഇൻസ്റ്റാല് കുറച്ച് 1 മില്യൺ ആയിട്ട് കുറച്ച് നല്ല ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം. ഏറ്റം പിരിശത്താലേ ആറ്റൽ വിടറിവാൻ നിന്റെ എഴുത്തു കിട്ടി എൻ്റെ കരള് പൊട്ടി. എന്നെ ചാടിക്കും. എന്തേ നിനക്കിന്നിപ്പോൾ പെണ്ണ് മാലക്കല്ലെന്നോ പുതി പേരുത്ത് പോയോ പണമോടാശയും തീർന്നോ ഒന്ന് പൊരുതി തന്നെ മനസ്സ് കാലങ്ങിടുന്നേ ഞാനും നീയും പൂമോളും നീറി പൂകഞ്ഞോരല്ലേ പാരം വിശപ്പ് കൊണ്ട് തേങ്ങി കരഞ്ഞോരല്ലേ. നമുക്ക് ചായ കുടിച്ചിട്ട് അറിയാം. അപ്പോൾ നമ്മളെ ഗായകനാണ്. കുറച്ച് ചെറിയൊരു പാട്ട് കേട്ടില്ലേ? ഒരുപാട് ആൽബങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്ത നൗഫിന്റെ കൂടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നൗഫിലെ ലാസ്റ്റത്തെ ആൽബം മുഹബത്തുളി മിന്നു അത് നൗഫിലുണ്ട്. നിങ്ങളെ കൂടെ ഇവിടെ ഈ കച്ചവടം കുറയോ? സത്യത്തിൽ എന്റെ കൊപ്ര കമ്പനിയാണത്. അതിന്റെ തൊട്ട് സൈഡായിട്ട് ഒരു കട തുടങ്ങി. നൈറ്റ് വൈബാണ്. നൈറ്റ് വൈബ് മീൻസ് നമ്മള് സ്ഥലത്തിന്റെ പേര് പാലക്കുന്ന് പള്ളം. പാലക്കുന്ന് പള്ളം. ഇത് കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാത. അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് കാഞ്ഞങ്ങാട്ടേക്ക് ഒരു 12 കിലോമീറ്റർ, ഇങ്ങോട്ട് 10 കിലോമീറ്റർ. അപ്പൊ അതിന്റെ നടുവിലായിട്ട് വരും പുതുമ പാലക്കുന്ന്. ഒരു എന്താണ് ചായയിൽ ഒതുങ്ങുന്ന എന്താ ഗായകനല്ല കേട്ടോ ശരിക്ക്. അങ്ങനൊന്നുമില്ല. പാട്ട് തുടങ്ങിയിട്ട് പറയാമോ? ഞാൻ മദ്രസയിലെ പാടി തുടങ്ങിയത് കുഞ്ഞുനാളിൽ. ഒറ്റ പാട്ട് പ്രേക്ഷകർക്ക് പാടി കൊടുത്താലോ? എന്റെ എല്ലാവർക്കും അറിയുന്ന പാട്ട് തന്നെ ആയിരിക്കും. നിറമഴകായിരുന്നു എൻ്റെ മനമായിരുന്നു. ആ പാട്ട് കേട്ടിരുന്ന? പിന്നെ എല്ലാവർക്കും അറിയുന്ന പാട്ട് നമ്മുടെ ഫീമെയിൽ വേർഷന് ക്ലിക്കായി ഇനി നിന്നെ വേദനിപ്പിക്കാനായി മണ്ണിലേക്ക് ഞാനില്ല കേട്ടിരുന്ന? എന്റെ ലിറിക്സ് മ്യൂസിക്കാണ്, ഞാൻ ഡയറക്ഷൻ ചെയ്ത വർക്കാണ്. ഇനി നിന്നെ വേദനിപ്പിക്കാനായ മണ്ണിലേക്ക് ഞാനില്ല, ഇനിയുള്ള കാലമെൻ ജീവിതം മറുമണ്ണിലായി ഞാൻ തീർക്കാം. ഒരുപാട് കാലം ഞാൻ നിന്നെ ഓർത്തിട്ടലഞ്ഞു തിരിഞ്ഞു നടന്ന് കാണാത്ത ഭാവം നടിച്ചു ദൂരനെ പോയി മറഞ്ഞതെന്തേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ അത് ശരിക്കും 2000 ഇല്ല 2016 എന്റെ ചാനൽ ഞാൻ വീഡിയോസ് ഞാൻ സ്റ്റാർട്ടിങ് ക്ലിക്കായിക്കൊണ്ടിരിക്കുന്ന സമയം. അതെനിക്ക് തോന്നുന്നു ആ സമയത്താണ് നമ്മളെ ഷാഫിന്റെ ഒക്കെ പാട്ടുകൾ. ഷാഫിഖാനെ, സലീം കോടത്തൂറിനെ, വിധു പ്രതാപനടക്കം എന്റെ ലിറിക്സ് മ്യൂസിക്കിൽ പാടിപ്പിച്ചതാണ്. നമ്മുടെ രഹനത്ത ഇതൊക്കെ പാടിയിട്ടുണ്ട് എന്റെ വർക്കിൽ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഷാഫിഖായിട്ടുള്ള ബന്ധം ചായക്കട മാത്രമല്ല ശരിക്കും, അല്ലെങ്കിൽ ഒരു കൊപ്ര കച്ചവടം മാത്രമല്ല. അല്ല, എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഏകദേശം ഒരു 15 വർഷമായിട്ടുണ്ട്. റെക്കോർഡിംഗ് സ്റ്റുഡിയോ വെച്ചെങ്കിൽ നമ്മുടെ താരാട്ട് വർക്കൊക്കെ ഇല്ലേ കാസർഗോഡ് ജില്ലയിൽ ഈ അസിസ്ഥാനിലൊക്കെ
തുടക്കം മുതലേ നമ്മുടെ അസിസ്ഥാന്റിന്റെ അടുത്ത് പോയിട്ട് താരാട്ടിന്റെ ഒരു മേഖല തന്നെ കാസർഗോഡാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലേ? താരാട്ട് മീൻസ് ആശംസാ ഗാനങ്ങൾക്ക് മെയിൻ പേര് കേട്ട സ്ഥലമാണ് കാസർഗോഡ് ആശംസാ ഗാനം. അവിടെ നിന്നാണ് പിന്നീട് മറ്റ് ജില്ലയിലോട്ട് അത് വ്യാപിച്ചത് അല്ലെ. ഇവിടെ തന്നെ ഒരുപാട് ഇവിടെയാണ് ഇതൊരു ഫാക്ടറിയാണ് ഇവിടെ. അതായത് ആശംസാ ഗാനങ്ങളുടെ ഒരു ഫാക്ടറി എന്ന് വേണമെങ്കിൽ കാസർഗോഡ് ജില്ല തന്നെ പറയാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുന്നാണ് പിന്നീടാണ് ഇപ്പൊ കാലഘട്ടത്തിൽ എല്ലാ ജോലി നമുക്ക് അല്ല. തീർച്ചയായിട്ടും അതിന്റെ ജീവിതമാണ്. ഏത് മേഖലയിലാണ് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ കൊപ്ര കച്ചവടത്തിന് കൊപ്രന്റെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഗോഡൌൺ തന്നെ. അതെ, കൊപ്ര ഇവിടുന്ന് ഉണ്ടാക്കും. പിന്നെ നമ്മൾ അതിനെ എണ്ണയാക്കും. വൈറ്റ് ഗോൾഡ് കോക്കനട്ട് ഓയിൽ. പക്ഷെ അതൊക്കെ കുറച്ച് എനിക്ക് എൻ്റെതായ ബിസിനസ് എനിക്ക് പിടിക്കാത്തതുകൊണ്ടാന്ന് എനിക്കറിയില്ല. കുറച്ച് തടസ്സം വരുമ്പോൾ അതിന്റെ വാടകയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലത്തെ സംഭവം ഇട്ടിട്ട് നമ്മൾ കവർ ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് ചായക്കട ഇട്ടത്. പിന്നെ നമ്മളെ മെയിൻ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാംസ് പ്രേക്ഷകർക്ക് വേണ്ടി ആ പാട്ടൊന്നും ആ വരികളൊന്നും പാടിക്കൊടുത്തു. അല്ല, ഇപ്പൊ ഇൻസ്റ്റാൾ ഓടിക്കൊടുക്കുന്നത് നമ്മുടെ ഇതാ. എന്തേ നീനക്കിന്നിപ്പോൾ പെണ്ണ് മാലക്കല്ലെന്നോ പുതി പേരത്ത് പോയോ പണമോടാശയും തീർന്നു. അപ്പോൾ അത് ഏറ്റെടുത്തിന് കുറേ ആള്. അതിന് ഒരുപാട് സന്തോഷം. ഇത് നിങ്ങളൊരു മീഡിയയിലൂടെ തന്നെ അറിയിക്കാം. ഒരുപാട് സന്തോഷം. പ്രേക്ഷകർ സ്വീകരിക്കും. അല്ല, ഞാൻ നിങ്ങളെ കണ്ടതല്ലാണ്ട് ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കാസർഗോഡ് ജില്ലയിൽ സുഹൃത്ത് വഴി എത്തിയല്ലോ, കാണാൻ പറ്റില്ല. അധികം സന്തോഷമുണ്ട്. അത് നമ്മൾ കാണാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. ഇങ്ങനെ തന്നെയാണ് പല വഴി പല സ്ഥലത്തും നമ്മൾ ഓരോരുത്തരെ കണ്ടുമുട്ടുന്നത്. യാത്രകളാണ്. യാത്രകൾ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നത് പോലെ തന്നെ ഈ യാത്രയിൽ കുറെ ആൾക്കാർ ഹർഷിന്റെ അടുത്ത് വന്നതാണ്. ഹർഷിയാണ് നമ്മുടെ സ്നേഹിതന്. ഹർഷിന്റെ വൈഫാണ് നമ്മളെ കൂടെ ഉള്ളത്. ഒരു ചെറിയ വ്ളോഗും ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അല്ലേ. പിന്നെ ഒരുപാട് ഫ്രണ്ട്സിന്റെ കൂട്ടായ്മയുള്ള കൂട്ടത്തിലാണ് ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇവരും കിട്ടുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഗായകൻ ഉണ്ട് എന്ന് പറഞ്ഞ. സത്യത്തിൽ സ്കൂൾ തലത്തിലും അല്ലെങ്കിൽ പിന്നെ സ്കൂൾ തലത്തിൽ ഞാൻ പാടിയിട്ട് സ്കൂൾ തലത്തിലെ പാടുന്നത്. അതായത് മദ്രസ സ്കൂൾ തലങ്ങളിൽ സ്കൂളിൽ ഉറുദു പദ്യം ചെല്ലൽ, അതുപോലെ മാപ്പിളപ്പാട്ടില് ജില്ലാതലങ്ങളിൽ അങ്ങനെ എത്തി. നമ്മളെ പണ്ട് കാലത്ത് ഞാൻ ഏറ്റെടുത്ത് പാടിക്കൊണ്ടുണ്ടായ പാട്ട് അതുപോലത്തെ പടപ്പാട്ടുകൾ, നമ്മുടെ മോൻകുട്ടി വൈദ്യരുടെ പാട്ടുകൾ. അതുപോലെ ഇപ്പോൾ ആണെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാംസ് ആണ്. ഞാൻ ഓർക്കസ്ട്ര, എൻ്റെ സ്വന്തം ഓർക്കസ്ട്ര ഉണ്ട്. പ്രോഗ്രാംസിന് മാഷാഅല്ലാ എൻ്റെതായ ഒരു കല്യാണ പരിപാടികളൊക്കെ ചെയ്യുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിലേക്ക് ഒന്ന് വിളിക്കാം. അടുത്ത മാസം മലപ്പുറത്തേക്ക്. മലപ്പുറത്ത് ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ വന്നിരുന്നു. തിരൂര്, മഞ്ചേരി ഒരു വർക്കിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഞാൻ 2015 മുതൽ 19-20 വരെ ഇല്ലേ ആൽബത്തിന്റെ തന്നെ സമയം വീഡിയോസ് അന്നാണ് ശരിക്കും ഒന്നുകൂടി വെറ്റായത്. മുന്നേ 2010 കാലഘട്ടത്തിൽ തുടക്കം വെച്ച് ഞാൻ 15 എൻ്റർ ആക്കിയതാണ്. അതിന് 10 മുതലേ ഞാനുണ്ട് ഇതില്. റെജില ഇറ്റായ സമയത്തൊക്കെ ഷാഫിഖാൻ കൊണ്ട് ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ പാടിപ്പിക്കുന്ന സമയത്ത് ഷാഫിഖാന്റെ കള്ളിപ്പെണ്ണൊക്കെ അവിടെ റെക്കോർഡിങ് നടക്കുന്നുണ്ട്. ആ സമയത്ത് ഉള്ളതാണ് ഞാൻ. ആ സമയത്ത് ഞങ്ങൾക്ക് പാട്ടുകൾ എഴുതി ഞാൻ ഓൺ കമ്പോസിംഗ് ആണ്. ഞാൻ എൻ്റെ പാട്ടുകളൊക്കെ ഞാൻ കമ്പോസ് ചെയ്യും. നമ്മള് കാസർഗോഡ് നിന്ന് യാദൃശികമായിട്ട് ചായക്കടയെന്ന് കണ്ടിട്ടില്ല, ചായക്കടക്കാരനായിട്ടുള്ള ഗായകനാണ് അലി മങ്ങാട് അല്ലേ? അങ്ങനെ പറയാ. ഇപ്പൊ അറിയപ്പെട്ടത് അങ്ങനെ തന്നെ അല്ലേ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. അലി മാങ്ങാട് എന്നെ അറിയുന്നത് അലി മാങ്ങാട് എന്ന് പറഞ്ഞിട്ടാണ്. അതങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലും, അതായത് ഓഡിയോ പ്ലാറ്റ്ഫോമിൽ എൻ്റെ 90-100ഓളം സോങ് ഉണ്ടാവും. എല്ലാ ഓഡിയോ പ്ലാറ്റ്ഫോമിലും ഉണ്ടാവും. അലി മാങ്ങാട് അടിച്ച ആ സോങ് കാണാൻ പറ്റും. യൂട്യൂബിൽ വീഡിയോസ് ചാനൽ ആ കാര്യങ്ങളൊക്കെ. 2010 മുതലാണ് ആൽബത്തിന് കൂടുതൽ ജനശ്രദ്ധ ഷാഫിഖ, സലീംഖ, താജുക്കാല കൊണ്ടുവന്നത്. ഞാൻ 15 മുതൽ ഇൻക്ലൂഡ് ആയിട്ട് ഈ ഫീൽഡിലുണ്ട്. പിന്നെ കമ്പോസിംഗ് ആണ്. നല്ലൊരു പാട്ട് കൂടി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാടി കൊടുക്കണം. നല്ല പാട്ടെന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ എൻ്റെ വേണം പുറത്തു മതിയോ? അല്ല, പുറത്തുനിന്നല്ല. അല്ല, ഇപ്പം നമ്മൾ ഏറ്റവും പിരിശത്താൽ തന്നെ പാടി കൊടുക്കും. ഏറ്റവും പിരിശത്താല ഓൾറെഡി പാടി. നമുക്ക് വേറെ കത്ത് പാട്ടിനാണ് ഇപ്പോൾ കുറച്ച് നമ്മളെ അതായത് എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള സുമനസ്സുകളായിട്ടുള്ള സ്നേഹിക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾ. അപ്പോൾ അബുദാബിയിലുള്ളോരെഴുത്തു പെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി. എൻ പ്രിയേ നീ നിന്റെ ഹൃദയം പൊട്ടി എഴുതിയ കത്ത് ഞാൻ
കണ്ടു ഞെട്ടി അങ്ങനല്ലേ സംഭവം വരി പറഞ്ഞു അതെ 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 അതെ. അല്ല അപ്പോൾ പിന്നെ അലി ഭായ് ആ ഏറ്റവും പിരിശത്താൽ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പ്രവാസികളായിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടി കൊടുത്താലോ? തീർച്ചയായിട്ടും ഓക്കെ. അനുപല്ലവിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് ജസ്റ്റ് തുടങ്ങി അതെന്റെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ കേട്ടോ. അല്ലേ തുടങ്ങാലോ. അന്ന് പറഞ്ഞതെല്ലാം ഇന്ന് മറന്നോ പൊന്നേ, മോള് വളരുന്നെന്ന് മേലാൽ വഴി എന്തെന്ന് കൽബ് കരിഞ്ഞും കൊണ്ട് നിന്നെ പിരിഞ്ഞു പണ്ട്, ഭാവി പാടുത്തുയർത്താൻ ഭാരം ചുമന്നിടുന്നേ, ഏറ്റം പിരിശത്താലേ ആറ്റൽ വിടരാറിവാൻ നിന്റെ എഴുത്തു കിട്ടി എൻ്റെ കരള് പൊട്ടി. ഞാനൊരു പ്രവാസിയായിരുന്നു കേട്ടോ. എസ് എ ജമീലിന്റെ വരികളാണല്ലേ? അല്ലേ? അതെ, ഞാൻ 2010 മുതൽ 16 വരെ ഞാൻ പ്രവാസിയായിരുന്നു. ഒരു പക്ഷേ കത്തുപാട്ടുകളില് ഏറ്റവും കൂടുതൽ പിന്നെ ആളുകൾ കേട്ടിട്ടുള്ള ഒരു പാട്ടാവും ചിലപ്പോൾ ഏറ്റവും പിരിശത്താൽ പോലെ തന്നെ നമ്മുടെ അബുദാബിയിൽ എഴുതിപ്പെട്ടിട്ടുണ്ട്. അതും ഏകദേശം കണ്ടുപിടിക്കുക തന്നെയാണ്. കത്ത് പാട്ടിന് ഒരു പ്രത്യേക സ്ഥാനം മാപ്പിളപ്പാട്ടിലുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് പിരിഞ്ഞിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു സാധനം അല്ല. അതന്നെ പറഞ്ഞത് ഈ 70കളിലും 80കളിലൊക്കെ അത് ഈ പ്രവാസികൾ ഉദ്ദേശിച്ച് മാത്രമാണ് പാട്ടുകൾ എഴുതിയിട്ടുള്ളതും പിന്നെ പാടിയിട്ടുള്ളതും. എസ് എ ജമീൽ ഖാന്റെ പാട്ടുകളൊക്കെ ടച്ച് ചെയ്യുന്ന സാധനങ്ങളാ. എല്ലാം ഒരു മനസ്സിന് കൊള്ളുന്ന സാധനങ്ങൾ. അതുപോലെ തന്നെ ഭാര്യനെ കുറിച്ച് ഉണ്ടാക്കിയ പാട്ടിലായിരുന്നു. എത്ര രസകരമായ അത്. പിന്നീട് അത് കുടുംബത്തിൽ തന്നെ ഇഷ്യൂ ആയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നെനിക്കെന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി, ഇന്നെനിക്കെന്റെ കണ്ണിൽ എന്റെ ഭാര്യ ഒഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി. ആ സാധനങ്ങളൊക്കെ ഉണ്ട്. തീർന്ന പഴയ നാടൻ ഞാനും ഇനി എന്റെ ഭാര്യ ഭർത്താവ് തമ്മിൽ അന്ന് ഇത് എന്ത് ഇഷ്യൂ ഉണ്ടായെന്നൊക്കെ പറഞ്ഞ ഒരു അറിവുണ്ട്. സത്യമാണെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ എസ് എ ജമീൽ ഖാന്റെ ഡിക്ഷണറിയിൽ നമ്മൾ വായിച്ചു. എനിക്കൊരു ചെറുപ്പൻ പുള്ളി മാനെ വേട്ടയാടി കൂട്ടിലിടാൻ മോഹം ഇന്നും ഇപ്പോഴും. അല്ലല്ല പാടൊന്നുമില്ല. ഞാൻ പറയാം അന്നത്തെ വരികളൊക്കെ എന്താ പറയാ അത്രയും ഇവരൊക്കെ എവിടുന്നോ കടഞ്ഞെടുത്ത് എഴുതിയ മാതിരിയാണ് അന്നത്തെ വരികളൊക്കെ അല്ലേ? ആ ഏറ്റവും പിരിശത്താലാണെങ്കിലും കത്തുപാട്ടാണെങ്കിലൊക്കെ എരഞ്ഞോളി മൂസാക്ക അത് എരിഞ്ഞോളി മൂസാക്കാന്റെ പഴയ പാട്ടുകളൊക്കെ നമ്മള് ഇപ്പൊ ഈ പൈങ്കിളി പാട്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ ആൽബം സോങ്ങിനെ കളിയാക്കുന്നവർക്ക് മുമ്പില് പണ്ടും പൈങ്കിളി ഉണ്ടായിരുന്നു. ഈ മനസ്സിന്റെ ഉള്ളിലൊക്കെ എന്താ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജ ഒരു പെണ്ണിനെ വർണ്ണിക്കുന്ന സംഭവം പൈങ്കിളി തന്നെയല്ലേ? തീർച്ചയായിട്ടും പൈങ്കിളി എന്നൊന്നുമില്ല. ഇപ്പൊ അന്ന് 2010 സമയത്ത് ഇറങ്ങിയ പാട്ട് അതിന് വേറെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്. അന്ന് ആ പൈങ്കിളി പാട്ടാണെങ്കിൽ അന്നത്തെ ജനറേഷനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലേ? ഇന്നത്തെ ജനറേഷന് ഇപ്പൊ ട്രെൻഡാ. 2010 ഇറങ്ങിയ ഓരോ ഷാഫി ഖാന്റെയും സലീമിന്റെയും താജുന്റെയും പാട്ടുകൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ട്. അപ്പൊ അന്ന് നൊസ്റ്റു, ഇന്നത്തെവർക്ക് അത് നൊസ്റ്റു. അന്ന് പാടുമ്പോ പൈങ്കിളി, ഇന്നിപ്പോ നൊസ്റ്റുമായി. എന്താ 2010 പാട്ടല്ലേ, പഴയതായില്ലേ? അപ്പൊ എന്നും പഴയത് എന്നല്ല പറയുന്നത് ഒരു പറച്ചില് മാത്രമായിട്ട് മാറി ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്നതും. കത്തുപാട്ട് എനിക്കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും പിരിശത്താലൊക്കെ എനിക്കൊണ്ട് മൂസക്കാന്റെ ഒക്കെ അത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്ത സമയമാണ്. അതുപോലെ തന്നെ ഒരു കത്തുപാട്ടുണ്ട്. പിന്നെ ഇപ്പൊ ലാസ്റ്റത്തെ ഞാൻ ഇൻസ്റ്റാല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിരിശപ്പൂങ്കനി പരിശത്തൊരു മലർ ബീവി നിന്റെ പരിഭവം പറച്ചിലും നിറഞ്ഞൊരു കത്തുകൾ കണ്ടിട്ടെന്റെ കരളില്ലരി പോലെ താപം മേറുകയാണ് മുല്ലേ, കത്തൊന്നീ വിധമെഴുതാൻ കാരണമെന്തെന്നല്ലേ. ഇതുപോലത്തെ ആ സമയത്തൊക്കെ അതിലെന്തൊരു വരികളുണ്ട്. മാസം എന്താണ് ഒന്നോ ആറ് കഴിഞ്ഞാലും കാര്യങ്ങൾക്ക് മുടക്കുണ്ടോ
കത്തും ഡ്രാഫ്റ്റും എത്താത്ത മാസം ഏതോ ഒഴിവുണ്ടോ നിന്നെ കുറിച്ചൊന്നോർക്കാതെ രാവും പകലും എനിക്കുണ്ടോ വേർഡ്സുകൾ നോക്കിയല്ലേ ഇങ്ങനെ കത്ത് നോക്കി പിന്നെ പ്ലേറ്റ് കയറാൻ വേണ്ടി വരുന്ന വേറെ പരിഗുണ്ടയില് പിന്നെ കേറാൻ അടുത്ത് തന്നെ അങ്ങനെ എന്തൊരു വരികളുണ്ടോ? ഇല്ലല്ലേ ഉള്ളുവരി അറിയില്ല അത്. പക്ഷെ എല്ലാ സംഭവങ്ങളും നമ്മൾ ആ കത്ത് നോക്കിയിരുന്നിട്ട് ഓർമ്മിച്ചെടുത്തിട്ട് അതൊക്കെ പ്രവാസികളുടെ അന്നത്തെ പ്രവാസകാലത്ത് അന്നേരം ഈ ഫോണോ കാര്യങ്ങളോ ഇല്ലാത്ത സമയത്ത് വെറും കത്തുകളിലൂടെ അല്ലെങ്കിൽ ആരെങ്കിലും പോണ സമയത്ത് നാട്ടിലേക്ക് വരുന്ന സമയത്ത് കത്തുകൾ മുഖേനയാണ്. ഇന്നത്തെ ജനറേഷൻ അറിയുമെന്ന് അറിയില്ല. ഈ ടെലിഫോൺ ടേബിളിന് മുന്നിൽ ഒരു റിയാലിന്റെ കോയിനൊക്കെ ഇട്ടിട്ട് വിളിക്കാൻ വേണ്ടി കാത്തിക്കുന്ന സമയത്താണ് ഇന്നത്തെ പാട്ടുകൾ ഇറങ്ങുന്നത്. കാണാതിരിക്കുമ്പോ അന്ന് കണ്ടിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. എന്നാണോ പോണത് നാട്ടിൽ വരുന്ന എന്നാണ് ഭാര്യ ഭർത്താവായിട്ട് കാണുന്നത്. കത്ത് മാത്രം ആരെങ്കിലും വരുന്നുണ്ടോ നാട്ടിൽ, അല്ലെങ്കിൽ കുഞ്ഞാമ്മ വരുന്നുണ്ട്, അല്ലെങ്കിൽ മമ്മൂട്ടി വരുന്നുണ്ട്, കുഞ്ഞാപ്പ് വരുന്നുണ്ട്. ആ സമയത്ത് ഓരോരുത്തർ പോയിട്ട് കത്തുണ്ടാവും. ടെലിഫോൺ വന്നിട്ടാകുമ്പോ വെള്ളിയാഴ്ച പള്ളി നേരെ ആ സമയത്ത് ഈ പാട്ടുകൾ എന്ന് പറഞ്ഞാല് ഭാര്യക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും സ്നേഹമുള്ള ഒരു കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ മനസ്സിനെ ഏറ്റവും ഹൃദയം പിടിച്ചു കുലുക്കിയിട്ടുള്ള പാട്ടുകളായിരുന്നു. എത്രയോ പ്രവാസികള് ഇൻക്ലൂഡിങ് മീ, ഞാനടക്കം പോണ സമയത്ത് കത്തൊക്കെ തന്നെയാണ് 2002 പിന്നെയാണ് ഫോണുകളൊക്കെ വരുന്നത്. അന്നൊക്കെ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനങ്ങനെ നമുക്ക് ഇങ്ങനെ ബെഡില് ബെഡില് തലേണ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞ ദിവസങ്ങൾ ഒരുപാട് പ്രവാസികൾക്ക് അനുഭവമുണ്ട്. അത്രയും ഹൃദയസ്പർശമായിട്ടുള്ള ഹൃദയാന്തരമായിട്ടുള്ള വരികളാണ് അതിലുള്ളത്. അതുകൊണ്ടാണത് വളരെ സന്തോഷം. കാണാൻ പറ്റിയതിലും ബുള്ളറ്റ് മാനോ ആൻഡ് അലിമങ്ങാട്. താങ്ക് യു. ടൻ 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 ടൻ.